ചോട്ടെ എന്താണ് ചോദിച്ചത്? അവന്റെ മൂഡിനനുസരിച്ചിരിക്കും. സാറ് കുറച്ച് മുന്നേ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായി സന്തോഷ് പണ്ഡിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ. അതിൽ കുറെ അധികം ട്രോള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സന്തോഷമാണെങ്കിൽ എനിക്ക് അവിടെ എടുത്തിട്ടിട്ട് കൗണ്ടർ അടിക്കാനൊക്കെ പറ്റും. പക്ഷെ ഞാനിങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്നെ ട്രോൾ ചെയ്യാൻ ഞാനെന്താ വീണ് പോയത്? അതല്ലാതെ ഒരു മനുഷ്യൻ നമ്മളങ്ങ് വിട്ടുകൊടുക്കുക. ഓക്കെ, അതെല്ലാവർക്കും കേൾക്കുമ്പോൾ അറിയാൻ കാണാൻ പറയാം. സന്തോഷത്തിൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഉത്തരം പറയാം. എന്ത് പറഞ്ഞാലും പൊട്ടിയില് അങ്ങനെയുള്ള ലാംഗ്വേജുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് കൗണ്ടറില്ല. അതെന്റെ സ്റ്റാൻഡേർഡ്. മറ്റത് സന്തോഷം പറയുന്നത് സന്തോഷത്തിന്റെ നിലവാരമാണ്. അപ്പൊ അതെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എന്റെ നിലവാരം ഇങ്ങനെയാണ്. വേണമെങ്കിൽ ട്രോൾ ചെയ്തോ. ഓക്കെ, പിന്നെ കുറച്ചും കൂടി മലയാള സിനിമയ്ക്ക് മലയാള സിനിമയ്ക്കില്ലേ കുറെ ആക്ഷൻ ഹീറോസ് ഉണ്ട്. പക്ഷെ നമുക്കൊരു ആക്ഷൻ ഹീറോയിൻ ഇല്ല. ഇപ്പൊ പണ്ട് കാലത്ത് നമുക്ക് വാണി വിശ്വനാഥ് ഒരു ആക്ഷൻ ഹീറോയിനാന്ന് പറയായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അതേപോലത്തെ ഒരു ആക്ഷൻ ഹീറോയിനായിട്ട് ആരും കാണുന്നില്ല. നിങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുപോകാൻ ഡയറക്ടേഴ്സ് സാർമാരല്ലേ കൊണ്ടുവരേണ്ടത്. അതിനങ്ങനെ ഒരു സബ്ജക്ട് ആയിട്ട് വരുമ്പോഴേ നമ്മൾ അങ്ങനെ കുട്ടിയെ നോക്കുക. അല്ല, മലയാള ഇൻഡസ്ട്രി ഒരു മെയിൽ ഡോമിനേറ്റ് എന്നുള്ള പേര് ഏത് ഇൻഡസ്ട്രി ആണെങ്കിൽ മെയിൽ ഡോമിനേറ്റ് തന്നെയല്ലേ? പറ, അതല്ലെങ്കിൽ പറ. എല്ലാ ഫീൽഡിലും കാരണം തമിഴ്നാട് നമുക്ക് കുറെ ആക്ഷൻ ഹീറോയിൻസ് ഉണ്ട്. ഇപ്പൊ സമന്ത, മലയാളത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അത് ചോട്ടെ. എന്താണ് ചോദിച്ചത്? അവന്റെ മൂഡിനനുസരിച്ചിരിക്കും.